എല്ലാവരും ചേർന്ന് തടിയൻ പപ്പായ മരത്തിന്റെ അടുത്തേക്ക് പോയി. അവരുടെ ആഗ്രഹം അതിനോട് പറഞ്ഞു. ഒരു നല്ല ഐഡിയയുണ്ട്. നമുക്ക് ഈ കാട്ടിൽ മനുഷ്യരെക്കാൾ നല്ല രീതിയിൽ പാർട്ടി നടത്താം. അതും വളരെ ആഡംബരത്തോടെയും സന്തോഷത്തോടെയും. പറയൂ പപ്പായ ചേട്ടാ, ഞങ്ങൾ ലൈറ്റും പിന്നെ അലങ്കാരം ചെയ്യുന്ന വസ്തുക്കളും എങ്ങനെ എടുത്തുകൊണ്ടുവരും? ഡെക്കറേഷൻ ചെയ്യാൻ പൂവും പഴങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അത് ഈ കാട്ടിൽ ഒരുപാടുണ്ട്. ലൈറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അത് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ശരി പപ്പായ ചേട്ടാ, ഞങ്ങൾ ഡെക്കറേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കാം. ലൈറ്റിനു വേണ്ടി എന്ത് ചെയ്യുമെന്ന് താങ്കൾ ചിന്തിക്കൂ. അപ്പോൾ അവർ എല്ലാവരും ചേർന്ന് അവിടെയുള്ള മലയിലേക്ക് പോയി. ആ മലയിൽ നിന്ന് അവർ വളരെ മനോഹരമായ പൂക്കൾ കൊണ്ടുവന്നു. അവർ അലങ്കരിക്കാൻ വേണ്ടി പൂക്കളെല്ലാം പറിച്ച് തടിയൻ പപ്പായ മരത്തിന്റെ അടുത്തേക്ക് വന്നു. പപ്പായ ചേട്ടാ, താങ്കൾ എന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ലൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇത് കേട്ട തടിയൻ പപ്പായ മരം ഇങ്ങനെ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇങ്ങനെയാണ് ലൈറ്റ് ഉണ്ടാകുന്നത്. അവരങ്ങനെ പറഞ്ഞ ഉടനെ തടിയൻ പപ്പായ മരത്തിന്റെ മുകളിലുള്ള എല്ലാ ഇലയും ലൈറ്റ് പോലെ കത്താൻ തുടങ്ങി. അത് കണ്ട മൃഗങ്ങളും ഒരുപാട് സന്തോഷിച്ചു. ഓഹോ, കൊള്ളാമല്ലോ. തടിയൻ പപ്പായ മരം സുന്ദരനാണ്. കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. ഒരുപാട് നന്ദി തടിയൻ പപ്പായേ. സിംഹരാജാവ് ഈ കാടിന്റെ രാജാവാണ്. അദ്ദേഹത്തിന് വേണ്ടിയും ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ് ആണ് പപ്പായ ചേട്ടാ? സമയമാകുമ്പോഴേ നിങ്ങളത് അറിയൂ.